നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലയാളികൾ കൂട്ടമായി ഇടപെട്ടതുകൊണ്ട് തന്നെയാണ് അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ കർണാടക ഭരണകൂടം ഒന്ന് ഊർജിതമാക്കിയത്. എന്നാൽ ഇപ്പോൾ മലയാളികളായ രക്ഷാപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റം നടത്തിയിരിക്കുകയാണ് കർണാടക പോലീസ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ശക്തമാകുകയാണ്. മലയാളികൾ ഒന്നടങ്കം ഇരച്ചിറങ്ങി. ഇതോടെ കർണാടക ഭരണകൂടത്തിന് വിറയല് തുടങ്ങിയിട്ടുണ്ട്. അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നതിനിടെ അത് ഏതാണ്ട് നിർണായക ഘട്ടത്തിലെത്തി നിൽക്കുമ്പോഴാണ് മലയാളികളായ രക്ഷാപ്രവർത്തകരോട് നിങ്ങൾ തെരച്ചിൽ നിർത്തി ഈ മേഖലയിൽ നിന്നും പുറത്തു പോകണമെന്നും കർണാടകയിൽ നിന്നും തിരികെ പോകണമെന്നും പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവിയാണ് മലയാളി രക്ഷാപ്രവർത്തകരോട് സംഭവ സ്ഥലത്ത് നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടതെന്നാണ് വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. നിങ്ങളുടെ പ്രവർത്തനം മതിയാക്കി എല്ലാവരും തിരിച്ചു പോകണമെന്ന് SP പറഞ്ഞുവെന്ന് രക്ഷാപ്രവർത്തകനായ ബിജു കക്കയം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും തങ്ങൾ പിന്മാറില്ല എന്നും നേരത്തെ മെറ്റൽ ഡിറ്റക്ടറിൽ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് മണ്ണ് മാറ്റി കഴിയാറായി എന്നും ബിജു കക്കയം വ്യക്തമാക്കി. അതായത് രക്ഷാപ്രവർത്തനം ഏതാണ്ട് നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ആ ലോറി മണ്ണിനടിയിൽ തന്നെ ഉണ്ട് എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് ഏതാണ്ട് 26 അടി താഴ്ചയിൽ അർജുന്റെ ലോറി ഉണ്ട് എന്ന് വ്യക്തമായി കഴിഞ്ഞു. ഈ നിർണായക ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ഉടൻ തന്നെ മലയാളികളായ രക്ഷാപ്രവർത്തകർ തിരികെ പോകണമെന്ന് കർണാടക പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നതെന്ന് വ്യക്തമല്ല. എന്തായാലും തങ്ങൾ ഒരു തരത്തിലും പിന്നോട്ട് പോകാൻ തയ്യാറല്ല എന്നും അർജുനു വേണ്ടി ഞങ്ങൾ തിരച്ചിൽ നടത്തുമെന്നും മലയാളികൾ തിരിച്ചു മറുപടി കൊടുത്തിട്ടുണ്ട്. രഞ്ജിത്ത് ഇസ്രയേലിനെ കയ്യേറ്റം ചെയ്തിരിക്കുകയാണ് കർണാടക പോലീസ്. ഈ സംഭവം പുറത്തു വന്നതോടെ ഇരച്ചിറങ്ങിയിരിക്കുകയാണ് മലയാളികൾ. കർണാടക ഭരണകൂടത്തിൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും മറ്റ് മേലുദ്യോഗസ്ഥരുടെയും ഒക്കെ ഒഫീഷ്യൽ പേജുകളിലേക്ക് മലയാളികൾ നിരന്തരം മെസ്സേജുകളും കമന്റുകളും അയച്ചിരിക്കുകയാണ്. ഇതിന്റെയൊക്കെ വിവരം പുറത്തു വന്നിട്ടുണ്ട്. കർണാടക സർക്കാർ പലപ്പോഴും ഇത്തരത്തിലുള്ള ചതിയാണ് പുറത്തെടുത്തിട്ടുള്ളത്. മുൻപ് നമുക്കറിയാം, കോവിഡിന്റെ സമയത്ത് കോവിഡ് മൂർധന്യത്തിൽ നിൽക്കുന്ന സമയത്ത് ബോർഡർ അടച്ച് മണ്ണ് ഉൾപ്പെടെ കൊണ്ടിട്ട് ബോർഡർ അടച്ച സംസ്ഥാനമാണ് കർണാടക. ചാനലുകളിലൂടെ ഓരോ വിവരങ്ങളും പുറത്തു വരുന്നതാകാം പോലീസ് ഉദ്യോഗസ്ഥരെ ഇത്തരത്തിലുള്ള നീക്കത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് ബിജു കക്കയം പറയുന്നത്. കേരളത്തിൽ നിന്ന് രക്ഷാദൌത്യത്തിനെത്തിയ കുറെ പേരെ പുറത്ത് തടഞ്ഞു നിർത്തിയിരിക്കുകയാണെന്നും അവരെ ആരെയും ഇങ്ങോട്ട് കടത്തിവിടുന്നില്ല എന്നും മലയാളികളായ രക്ഷാപ്രവർത്തകർ വ്യക്തമാക്കിയിരിക്കുകയാണ്. മൊബൈലിൽ ചിത്രങ്ങൾ പകർത്തുന്നത് പോലും നിരോധിച്ചിരിക്കുകയാണ്. എന്നാൽ കർണാടകയിലെ ചില ചാനലുകാർ ഇവിടെ വന്ന് ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നുണ്ടെന്നും ബിജു കക്കയം പറഞ്ഞു. പോലീസിന്റെ നിർദ്ദേശത്തിന് പിന്നാലെ മലയാളി രക്ഷാപ്രവർത്തകരും പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിൽ സ്ഥലത്ത് തർക്കമുണ്ടായി. രക്ഷാപ്രവർത്തകനായ രഞ്ജിത്ത് ഇസ്രയേലിനെ പോലീസ് കയ്യേറ്റം ചെയ്തു. ഇതാണ് മലയാളികളെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഈ തർക്കത്തിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. എല്ലാരും വീഡിയോ എടുക്കണം.